നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തെ അടിമുടി മാറ്റാൻ പോകുന്ന ഒരു വിപ്ലവകരമായ ചിന്താഗതിയെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനത്തിനും ഒരു ഊർജമുണ്ട്, ഒരു ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസി എങ്ങനെ നിങ്ങളുടെ ഉന്നതമായ ബോധവുമായി ബന്ധിപ്പിക്കാമെന്നാണ് ഇവിടെ പറയുന്നത്. ദ ഡിസിഷൻ ഫ്രീക്വൻസി നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു മാസ്റ്റർ ക്ലാസ് ആണെന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. നമ്മളിൽ പലരും എപ്പോഴും പരാതിപ്പെടാറുണ്ട്, എന്റെ കഠിനാധ്വാനത്തിന് ഫലം കിട്ടുന്നില്ല, എന്റെ ജീവിതത്തിൽ ഭാഗ്യമില്ല എന്നൊക്കെ. എന്നാൽ സത്യം എന്താണെന്നറിയാമോ? നിങ്ങളുടെ ജീവിതം എന്നത് നിങ്ങൾ ഇതുവരെ എടുത്ത തീരുമാനങ്ങളുടെ ആകെ തുകയാണ് എന്നതാണ്. ഈ തീരുമാനങ്ങൾ വെറുതെ എടുക്കുന്നതല്ല, അവ ഓരോന്നിനും ഒരു ഫ്രീക്വൻസി അഥവാ തരംഗ ദൈർഘ്യമുണ്ട്. ദ ഡിസിഷൻ ഫ്രീക്വൻസി എന്ന പുസ്തകമാണ് നിങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു ചിന്താഗതി ഉണ്ടാക്കാനായി ഞാൻ ഇന്ന് പങ്കുവയ്ക്കുന്നത്. ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെ നമ്മുടെ ആന്തരിക ബോധവുമായി ചേർന്ന് നിന്ന് തീരുമാനങ്ങൾ എടുക്കാമെന്നാണ്. നിങ്ങളുടെ ജീവിതത്തിലെ കുറച്ച് സമയം നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണാൻ മാറ്റിവെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചിന്താഗതിയെ പൂർണ്ണമായും മാറ്റാൻ എനിക്ക് സാധിക്കും. സോ ഫ്രണ്ട്സ്, ലെറ്റ്സ് സ്റ്റാർട്ട് ദ ബുക്ക് സമ്മറി ഓഫ് ദ ഡിസിഷൻ ഫ്രീക്വൻസി. ചാപ്റ്റർ 1. നിങ്ങളുടെ ഫ്രീക്വൻസി തിരിച്ചറിയുക. നമ്മുടെ പ്രപഞ്ചം വൈബ്രേഷനുകളാൽ നിർമ്മിതമാണ്. റേഡിയോ ട്യൂൺ ചെയ്യുന്നത് പോലെ നമ്മുടെ മനസ്സിനെയും ട്യൂൺ ചെയ്യാം. നിങ്ങൾ ഇന്ന് ഏത് തരംഗ ദൈർഘ്യത്തിലാണ്? സങ്കടത്തിലാണോ അതോ സന്തോഷത്തിലാണോ? നിങ്ങളുടെ ഫ്രീക്വൻസി താഴ്ന്നിരിക്കുമ്പോൾ നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനവും വിജയകരമാകില്ല. ഉദാഹരണത്തിന്, ഓഫീസിൽ ബോസ് ചീത്ത പറഞ്ഞ ദേഷ്യത്തിൽ നിങ്ങൾ രാജിക്കത്ത് തയ്യാറാക്കിയാൽ അത് നിങ്ങളുടെ ലോ ഫ്രീക്വൻസി തീരുമാനമാണ്. എന്നാൽ ശാന്തമായി ചിന്തിച്ച് മികച്ചൊരു അവസരത്തിനായി പ്ലാൻ ചെയ്യുന്നത് ഹൈ ഫ്രീക്വൻസിയാണ്. നിങ്ങളുടെ വൈബ്രേഷൻ തിരിച്ചറിയുക എന്നതാണ് ആദ്യത്തെ പടി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്നെനിക്ക് എങ്ങനെ തോന്നുന്നു എന്ന് സ്വയം ചോദിക്കുക. നിങ്ങൾ നെഗറ്റീവ് ആണെങ്കിൽ ഉടൻ തന്നെ അത് മാറ്റാൻ ശ്രമിക്കണം. ഒരു നല്ല പാട്ട് കേൾക്കുന്നതോ ചെറിയൊരു നടത്തമോ നിങ്ങളുടെ ഫ്രീക്വൻസി മാറ്റും. ഉയർന്ന ഫ്രീക്വൻസിയിൽ ഇരിക്കുമ്പോൾ ലോകം മുഴുവൻ നിങ്ങൾക്ക് അനുകൂലമായി തോന്നും. ആളുകൾ നിങ്ങളോട് പെരുമാറുന്ന രീതി മാറും. നിങ്ങളുടെ തീരുമാനങ്ങൾ കൂടുതൽ വ്യക്തതയുള്ളതാകും. മറ്റുള്ളവരുടെ മോശം പെരുമാറ്റം നിങ്ങളുടെ ഫ്രീക്വൻസി കുറയ്ക്കാൻ അനുവദിക്കരുത്. അത് അവരുടെ പ്രശ്നമാണ്, നിങ്ങളുടേതല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക. സന്തോഷം എന്നത് ഒരു ഓപ്ഷൻ അല്ല, അതൊരു അത്യാവശ്യമായ കാര്യമാണ്. ഉയർന്ന ബോധത്തിലേക്ക് ട്യൂൺ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തിന്റെ താളത്തിനൊപ്പം നീങ്ങുന്നു. ഓരോ നിമിഷവും നിങ്ങളുടെ ഫ്രീക്വൻസി ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചിന്തകൾ എവിടെയാണോ അവിടെയാണ് നിങ്ങളുടെ ഊർജമിരിക്കുന്നത്. ആ ഊർജത്തെ പോസിറ്റീവാക്കി നിർത്തുക. ഇതൊരു പരിശീലനമാണ്, ദിവസവും ചെയ്യേണ്ട ഒന്ന്. ഫ്രീക്വൻസി മാറുമ്പോൾ ജീവിതത്തിലെ അവസരങ്ങൾ താനെ നിങ്ങളെ തേടിയെത്തും. ചാപ്റ്റർ 2. ഭയത്തെ അതിജീവിക്കുക. ഭയമാണ് നമ്മുടെ തീരുമാനങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. പരാജയപ്പെടുമോ എന്ന ഭീതി നമ്മെ സുരക്ഷിതമായ കംഫർട്ട് സോണിൽ തളച്ചിടുന്നു. സത്യത്തിൽ ഭയം എന്നത് വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം മാത്രമാണ്. പരീക്ഷയ്ക്ക് തോൽക്കുമെന്നോ ബിസിനസ് പരാജയപ്പെടുമെന്നോ ഉള്ള പേടി കൊണ്ട് പലരും ഒന്നും തുടങ്ങാറില്ല. സൈക്കോളജിക്കലായി പറഞ്ഞാൽ ഭയം നിങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഉപബോധ മനസ്സിന്റെ ഒരു രീതിയാണ്. എന്നാൽ വളരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സുരക്ഷ ഒരു തടസ്സമാണ്. ഭയത്തെ നേരിടാനുള്ള ആദ്യത്തെ ട്രിക്ക് അതിനെ അംഗീകരിക്കുക എന്നതാണ്. പേടി തോന്നുന്നത് സ്വാഭാവികമാണെന്ന് മനസ്സിലാക്കുക. ഭയത്തെ ഒരു ഇന്ധനമായി മാറ്റുക. ആളുകൾ എന്ത് വിചാരിക്കും എന്നതാണ് ഏറ്റവും വലിയ പേടി. സത്യത്തിൽ ആരും നിങ്ങളെ അത്രയധികം ശ്രദ്ധിക്കുന്നില്ല. ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൽ തിരക്കിലാണ്. പരാജയം എന്നത് ഒരു അവസാനമല്ല, അതൊരു പാഠമാണ്. ഓരോ പരാജയവും നിങ്ങളെ വിജയത്തിലേക്ക് അടുപ്പിക്കുന്നുണ്ട്. പരാജയപ്പെടുമ്പോൾ ലഭിക്കുന്ന ഡാറ്റ ഉപയോഗിച്ച് അടുത്ത തവണ കൂടുതൽ കരുത്തോടെ വരാമെന്ന് ഉറപ്പിക്കണം. ഭയത്തെ അതിജീവിക്കാൻ ചെറിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. നിങ്ങൾക്ക് പേടിയുള്ള ഒരു കാര്യം ഇന്ന് തന്നെ ചെയ്യുക. അത് ഒരു അപരിചിതനോട് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം പഠിക്കാൻ തുടങ്ങുന്നതോ ആകാം. ഓരോ തവണയും നിങ്ങൾ ഭയത്തെ നേരിടുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. ഭയം നിങ്ങളുടെ കാഴ്ചപ്പാടിനെ പരിമിതപ്പെടുത്തുന്നു, എന്നാൽ ധൈര്യം നിങ്ങളുടെ ലോകത്തെ തന്നെ വിശാലമാക്കുന്നു. ഹയർ സെൽഫിന് ഭയമില്ല, അതിന് അനന്തമായ സാധ്യതകൾ മാത്രമേയുള്ളൂ. ഭയത്തിന്റെ മുകളിൽ ചവിട്ടി നിൽക്കുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ജീവിക്കാൻ തുടങ്ങുന്നത്. ചാപ്റ്റർ 3. ഇൻട്യൂഷൻ, ആന്തരിക വഴികാട്ടി. നമ്മുടെ ഉള്ളിൽ ഒരു GPS ഉണ്ട്.
അതിനെയാണ് ഇൻറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ബുദ്ധി പറയുന്നത് ലോജിക്കാണ്, എന്നാൽ ഇൻറ്റ്യൂഷൻ പറയുന്നത് സത്യമാണ്. ഒരു തീരുമാനമെടുക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ചെറിയ ശബ്ദം കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? പലപ്പോഴും നാം അതിനെ അവഗണിക്കുകയും പിന്നീട് പശ്ചാത്തപിക്കുകയും ചെയ്യും. ഇൻറ്റ്യൂഷൻ ഡെവലപ്പ് ചെയ്യാൻ ചില വ്യായാമങ്ങൾ അത്യാവശ്യമാണ്. ദിവസവും 10 മിനിറ്റ് നിശബ്ദമായി ഇരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. പുറത്തെ ബഹളങ്ങൾ കുറയുമ്പോൾ ആന്തരിക ശബ്ദം വ്യക്തമാകും. പ്രകൃതിയോടൊപ്പം സമയം ചിലവഴിക്കുന്നത് ഇൻറ്റ്യൂഷൻ വർദ്ധിപ്പിക്കും. നിങ്ങളുടെ ശരീരം നൽകുന്ന സൂചനകൾ ശ്രദ്ധിക്കുക. ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ വയറ്റിൽ ഒരു അസ്വസ്ഥത തോന്നാറില്ലേ? അത് നിങ്ങളുടെ ബോധം നൽകുന്ന മുന്നറിയിപ്പാണ്. ഇൻറ്റ്യൂഷൻ വികസിപ്പിക്കാൻ ചെറിയ തീരുമാനങ്ങൾ അതിന് വിട്ടുകൊടുക്കുക. ഉദാഹരണത്തിന്, ഏത് വഴിയിലൂടെ പോകണം അല്ലെങ്കിൽ എന്ത് ഭക്ഷണം കഴിക്കണമെന്ന് നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിക്കുക. ഉപബോധ മനസ്സിൽ ശേഖരിച്ചു വെച്ച അറിവുകളുടെ ആകെ തുകയാണ് ഈ ആന്തരിക ശബ്ദം എന്ന് പറയുന്നത്. വലിയ ബിസിനസ്സുകാരും ശാസ്ത്രജ്ഞരും തങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിച്ചവരാണ്. ലോജിക് പരാജയപ്പെടുന്നിടത്ത് ഇൻറ്റ്യൂഷൻ വഴി കാണിച്ചു തരുമെന്ന് അവർ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഹയർ സെൽഫ് നിങ്ങളോട് സംസാരിക്കുന്നത് ഈ മാധ്യമത്തിലൂടെയാണ്. വിശ്വാസം വളർത്തിയെടുക്കുക എന്നതാണ് ഇതിന്റെ കാതൽ. ആദ്യമൊക്കെ തെറ്റുകൾ സംഭവിച്ചേക്കാം, പക്ഷെ ക്രമേണ ആ ശബ്ദം കൃത്യമാകും. നിശബ്ദതയിൽ നിന്നാണ് ഏറ്റവും വലിയ ഉത്തരങ്ങൾ വരുന്നത്. ഉള്ളിലെ GPS ഓൺ ആക്കി വെക്കുക. ജീവിതം സുഗമമാകും. ചാപ്റ്റർ 4. പഴയ പാറ്റേണുകൾ മാറ്റുക. നിങ്ങൾ എന്നും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ എന്നും ലഭിക്കുന്ന ഫലം മാത്രമേ ലഭിക്കൂ. നമ്മുടെ ശീലങ്ങളാണ് നമ്മുടെ ജീവിതം നിർമ്മിക്കുന്നത്. പഴയ പരാജയങ്ങളും നെഗറ്റീവ് അനുഭവങ്ങളും നമ്മുടെ ഉപബോധ മനസ്സിൽ ചില പാറ്റേണുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. എനിക്കിത് കഴിയില്ല, എന്റെ കുടുംബത്തിൽ ആരും വലിയ നിലയിൽ എത്തിയിട്ടില്ല തുടങ്ങിയ ചിന്തകൾ ഈ പാറ്റേണുകളാണ്. ഈ ചങ്ങലകൾ പൊട്ടിച്ചെറിയാതെ പുതിയൊരു ജീവിതം സാധ്യമല്ല. പുതിയൊരു തീരുമാനമെടുക്കുമ്പോൾ പഴയ ഭയം മുന്നിൽ വരും. ഈ പാറ്റേണുകൾ മാറ്റാൻ ബോധപൂർവമായ ശ്രമം വേണം. നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കുക. ഒരു നെഗറ്റീവ് ചിന്ത വരുമ്പോൾ അതിനെ ഉടൻ തന്നെ പോസിറ്റീവ് ചിന്ത കൊണ്ട് നേരിടുക. ഒരു കാര്യം 21 ദിവസം തുടർച്ചയായി ചെയ്താൽ അതൊരു പുതിയ ശീലമായി മാറും. പഴയ ഞാൻ എന്ന സങ്കല്പത്തെ ഉപേക്ഷിക്കുക. നിങ്ങൾ ഇന്നെടുക്കുന്ന ഓരോ പുതിയ തീരുമാനവും നിങ്ങളുടെ ഭാവിയെ പുനർനിർമ്മിക്കുന്നുണ്ട്. പഴയ സുഹൃത്തുക്കളോ പഴയ ചുറ്റുപാടുകളോ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് അകലം പാലിക്കുക. വളരാൻ ആഗ്രഹിക്കുന്നവരുമായി കൂട്ടുകൂടുക. നിങ്ങളുടെ സ്വഭാവമാണ് നിങ്ങളുടെ വിധി. സ്വഭാവം മാറ്റണമെങ്കിൽ തീരുമാനങ്ങൾ മാറണം. വിജയകരമായ ആളുകളുടെ ശീലങ്ങൾ നിരീക്ഷിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. രാവിലെ എഴുന്നേൽക്കുന്ന രീതി മുതൽ രാത്രി ഉറങ്ങുന്നതുവരെ മാറ്റങ്ങൾ വരുത്തുക. പാറ്റേൺ ബ്രേക്ക് ചെയ്യുന്നത് തുടക്കത്തിൽ പ്രയാസമായിരിക്കും, പക്ഷേ അത് നൽകുന്ന റിസൾട്ട് അതിശയകരമായിരിക്കും. നിങ്ങൾ ഒരു പുതിയ മനുഷ്യനായി മാറാൻ തയ്യാറെടുക്കുക. ഹയർ സെൽഫിന് ഭൂതകാലമില്ല, അതിന് പ്രസന്റ് ടെൻസ് മാത്രമേയുള്ളൂ. അതെ, വർത്തമാനകാലം മാത്രം. ചാപ്റ്റർ 5. സമൃദ്ധിയുടെ മനോഭാവം. ലോകത്തൊന്നിനും ഒരു കുറവുമില്ല, എല്ലാം സമൃദ്ധമായി ഇവിടെയുണ്ട്. എന്നാൽ നമ്മുടെ ചിന്താഗതി മിക്കപ്പോഴും ഇല്ലായ്മയെക്കുറിച്ചാണ്. പണമില്ല, ഭാഗ്യമില്ല എന്നൊക്കെ ചിന്തിക്കുന്നത് നിങ്ങളുടെ പോസിറ്റീവ് ഫ്രീക്വൻസി കുറയ്ക്കും. സമൃദ്ധി എന്നത് പുറത്തുള്ള ഒന്നല്ല, അത് നിങ്ങളുടെ ഉള്ളിലെ മനോഭാവമാണ്. ഉള്ള കാര്യങ്ങളിൽ കൃതജ്ഞത കാണിക്കുക എന്നതാണ് ഇതിന്റെ ആദ്യ പടി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക. ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, വീടിന് എല്ലാം നന്ദി പറയുക. നിങ്ങൾ എത്രത്തോളം നന്ദിയുള്ളവനാകുന്നുവോ അത്രത്തോളം നന്മകൾ നിങ്ങളെ തേടിയെത്തും. സാമ്പത്തികമായി വിജയിക്കണമെങ്കിൽ പണത്തോടുള്ള നിങ്ങളുടെ മനോഭാവം മാറണം. പണം തിന്മയാണെന്നോ പണക്കാർ ദുഷ്ടന്മാരാണെന്നോ ചിന്തിച്ചാൽ പണം നിങ്ങളിലേക്ക് വരില്ല. പണം ഊർജമാണെന്നും അത് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാമെന്നും വിശ്വസിക്കുക. മറ്റുള്ളവരുടെ വിജയത്തിൽ സന്തോഷിക്കുക. ഒരാൾക്ക് വലിയൊരു വീട് കിട്ടിയാൽ എനിക്കും ഉടനെ കിട്ടുമെന്ന് പോസിറ്റീവായി ചിന്തിക്കുക. അസൂയപ്പെടുന്നത് നിങ്ങളുടെ വാതിലുകൾ അടയ്ക്കുന്നതിന് തുല്യമാണ്. പ്രപഞ്ചം അനന്തമാണ്. എല്ലാവർക്കും വേണ്ടതെല്ലാം ഇവിടെയുണ്ട്. വലിയ ലക്ഷ്യങ്ങൾ വെക്കാൻ പേടിക്കരുത്. നിങ്ങളുടെ പാത്രം വലുതാണെങ്കിൽ മാത്രമേ പ്രപഞ്ചത്തിന് കൂടുതൽ തരാൻ കഴിയുകയുള്ളൂ. സമൃദ്ധി എന്നാൽ വെറും പണമല്ല, അത് നല്ല ആരോഗ്യവും ബന്ധങ്ങളും സമാധാനവും കൂടിയാണ്. നിങ്ങളൊരു സമൃദ്ധിയുള്ള വ്യക്തിയാണെന്ന് ഇന്നു തന്നെ ഭാവിക്കുക. നിങ്ങളുടെ വാക്കുകളിൽ നിന്ന് ഇല്ല, കഴിയില്ല എന്നീ പദങ്ങൾ ഒഴിവാക്കുക.
സമൃദ്ധിയിലേക്കുള്ള വഴി സ്നേഹത്തിലൂടെയും പങ്കുവെക്കലിലൂടെയുമാണ്. ചാപ്റ്റർ 6 ഇൻസ്പയർഡ് ആക്ഷൻ. തീരുമാനങ്ങൾ എടുത്തതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് കർമ്മമായി മാറണം. എന്നാൽ വെറുതെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതല്ല വിജയം. നിങ്ങളുടെ ഹയർ സെൽഫിൽ നിന്ന് ലഭിക്കുന്ന ആവേശത്തോടെയുള്ള പ്രവർത്തനത്തെയാണ് ഇൻസ്പയർഡ് ആക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ഷീണം തോന്നില്ല, പകരം വലിയൊരു സന്തോഷം ലഭിക്കും. മടിയെ തോൽപ്പിക്കാനുള്ള ഏക വഴി ആവേശത്തോടെയുള്ള പ്രവൃത്തിയാണ്. പ്ലാനിങ്ങിൽ മാത്രം സമയം കളയുന്നവർ ജീവിതത്തിൽ പരാജയപ്പെടും. ചിന്തിച്ചുകൊണ്ടിരിക്കാതെ ഇറങ്ങിത്തിരിക്കുക. ആദ്യത്തെ ചുവട് വയ്ക്കുമ്പോൾ തന്നെ അടുത്ത വഴികൾ തെളിഞ്ഞു വരും. പൂർണ്ണതയ്ക്ക് വേണ്ടി കാത്തിരിക്കരുത്, തുടങ്ങാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഓരോ ദിവസവും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അല്പമെങ്കിലും അടുക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. തടസ്സങ്ങൾ വരുമ്പോൾ അതിനെ ഒരു ചലഞ്ചായി കാണുക. പരാതി പറയുന്നവർക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല, പ്രവർത്തിക്കുന്നവർക്ക് പരാതി പറയാൻ സമയവും ഉണ്ടാകില്ല. നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിനോട് 100% നീതി പുലർത്തുക. ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നമെന്ന് APJ അബ്ദുൾ കലാം പറഞ്ഞത് ഓർക്കുക. ആവേശം ഉള്ളിൽ നിന്ന് വരണം, അത് പുറത്തു നിന്ന് കിട്ടേണ്ട ഒന്നല്ല. നിങ്ങളുടെ പാഷൻ തിരിച്ചറിയുക, ആ പാഷൻ കർമ്മമാക്കി മാറ്റുക. ലോകം കണ്ട വലിയ മാറ്റങ്ങളെല്ലാം ഒരാളുടെ ചെറിയൊരു ചുവടിൽ നിന്നാണ് തുടങ്ങിയത്. നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ഓരോ ചെറിയ കാര്യവും നാളത്തെ വലിയ വിജയത്തിന്റെ തറക്കല്ലാണ്. മടി ഉപേക്ഷിക്കുക, ഉണർന്ന് പ്രവർത്തിക്കുക. ചാപ്റ്റർ 7 വിട്ടുകൊടുക്കലും ശാന്തിയും. നിങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഫലം പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക. ഇതിനെയാണ് സറണ്ടർ എന്ന് പറയുന്നത്. ഇത് തോറ്റുകൊടുക്കലല്ല, മറിച്ച് വലിയൊരു വിശ്വാസമാണ്. നിങ്ങൾ ഒരു വിത്ത് പാകിയാൽ അത് മുളയ്ക്കാൻ സമയം നൽകണം. ഓരോ ദിവസവും അത് കുഴിച്ചു നോക്കുന്നത് ആ വിത്തിന്റെ വളർച്ചയെ തടയും. അമിതമായ ആകുലത നിങ്ങളുടെ തീരുമാനങ്ങളുടെ ഫലത്തെ നശിപ്പിക്കും. ശാന്തമായിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ ശക്തി. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം കൃത്യസമയത്ത് നടന്നില്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് മറ്റൊന്ന് വരാനുണ്ട് എന്ന് വിശ്വസിക്കുക. പ്രപഞ്ചത്തിന് നിങ്ങളെക്കാൾ വലിയ പ്ലാനുകളുണ്ട്. വിശ്വാസം ഉള്ളിടത്ത് ഭയമില്ല. ടെൻഷൻ അടിക്കുന്നത് നിങ്ങളുടെ ഫ്രീക്വൻസി കുറയ്ക്കും. സമാധാനമായിരിക്കുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കും. ജീവിതം ഒരു ഒഴുക്കാണ്, ആ ഒഴുക്കിനൊപ്പം നീങ്ങാൻ പഠിക്കുക. എല്ലാം എന്റെ നിയന്ത്രണത്തിലാണെന്ന അഹങ്കാരം ഉപേക്ഷിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ഭംഗിയായി ചെയ്യുക, ബാക്കി പ്രപഞ്ചം നോക്കിക്കൊള്ളും. ഈ നിമിഷത്തിൽ ജീവിക്കുക. ഇന്നലെയെക്കുറിച്ച് സങ്കടപ്പെടാനോ നാളെയെക്കുറിച്ച് പേടിക്കാനോ സമയമില്ല. ഈ നിമിഷം നിങ്ങൾ സന്തോഷവാനാണെങ്കിൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാണ്. ശാന്തി എന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരവസ്ഥയാണ്, അത് പുറത്തുള്ള സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കരുത്. പ്രപഞ്ചത്തിന്റെ ചൈതന്യത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങുക. അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾ പോസിറ്റീവായി വിട്ടുകൊടുക്കുമ്പോഴാണ്. സുഹൃത്തുക്കളെ, ഈ കുറച്ചു നേരം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കട്ടെ. ഈ 7 അധ്യായങ്ങളും വെറും കേട്ടുപോകാനുള്ളതല്ല, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതാണ്. നിങ്ങളുടെ ഡിസിഷൻ ഫ്രീക്വൻസി ഉയർത്തുക, മികച്ച തീരുമാനങ്ങൾ എടുക്കുക. ഈ ലോകം നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും ഉപകാരപ്പെടാൻ ഷെയർ ചെയ്യുക. നിങ്ങളുടെ മാറ്റങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. നന്ദി, നമസ്കാരം.